ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി ഹെൽത്തി ഹൽവ. ഹൽവ എന്ന് പറഞ്ഞാൽ സാധാരണ ഹൽവയല്ല കേട്ടോ, ABC ഹൽവ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ABC, A ഫോർ ആപ്പിൾ, B ഫോർ ബീറ്റ്റൂട്ട്, C ഫോർ ക്യാരറ്റ്. അപ്പോൾ ഇത് നിങ്ങൾ ABC ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ ABC ഹൽവ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വയ്ക്കാം. ആദ്യം ആപ്പിൾ തന്നെ എടുത്ത് മുറിക്കാം. എല്ലാം ഞാൻ കഴുകി വെച്ചതാണ് കേട്ടോ, കഴുകി ഉണക്കി വെച്ചതാണ്. നമുക്ക് ആപ്പിൾ തന്നെ എടുത്ത് മുറിച്ചിട്ട് നമ്മൾ കുറച്ച് ഉണ്ടാക്കണുള്ളൂ കേട്ടോ. നമ്മൾ മീഷോന്നൊരു പാത്രം ഫ്രൈയിങ് പാൻ വാങ്ങി. ഈ ഫ്രൈയിങ് പാൻ ചെറുതാണ്, അപ്പോൾ ഇത് ഉദ്ഘാടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇവിടെ ചെയ്യണത്. തോലൊന്നും കളയണ്ട കേട്ടോ. നമ്മൾ ഇത് വേവിച്ചിട്ട് അരച്ചിട്ടത് ഫിൽറ്റർ ചെയ്തെടുക്കും കേട്ടോ. ഇപ്പോൾ ആപ്പിൾ ഇവിടെ നന്നായി രണ്ടെണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ബീറ്റ്റൂട്ടും ക്യാരറ്റ് അരിഞ്ഞുണ്ടാക്കാം. ഇത് മാത്രം വേവിക്കണം കേട്ടോ. ബീറ്റ്റൂട്ടും ക്യാരറ്റും ഒന്ന് വേവിക്കണം. നമ്മൾ ആപ്പിൾ അരിഞ്ഞു, ക്യാരറ്റ് അരിഞ്ഞു, ബീറ്റ്റൂട്ട് അരിഞ്ഞു. നമ്മൾ ABC വേണമല്ലോ. ബീറ്റ്റൂട്ട് അരിഞ്ഞു, ക്യാരറ്റ് അരിഞ്ഞു. ഞാൻ 3 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, മീഡിയം ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ബീറ്റ്റൂട്ട് അറിഞ്ഞുണ്ടായിരുന്നോളാം, ഉള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് പാലാണ്. കുറച്ച് പാൽ വെച്ചിട്ട് വേവിക്കണം. നമുക്ക് കുറച്ച് പാൽ വെച്ചാൽ മതി, ബാക്കി പിന്നെ എടുക്കാം. തിളച്ച് പോകുന്നത് ഓവണിൽ വയ്ക്കുമ്പോൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇത് ഓവണിൽ വെച്ച് വയ്ക്കും. നാല് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്കത് വയ്ക്കുമ്പോഴേക്ക് നമുക്ക് ഇത് പുതിയ സ്റ്റിക്കർ ഉണ്ട്, ഇതിൽ പുതിയ ഇതാണല്ലോ ഇതിൻ്റെ സ്റ്റിക്കർ. ഇതൊന്ന് ലൈറ്റാ ചൂടാക്കിയാൽ മതി, അപ്പോൾ സ്റ്റിക്കർ എടുക്കാൻ പറ്റും. ഇത്രയുള്ള കേട്ടോ. പുതിയ പാത്രങ്ങൾ വാങ്ങുമ്പോൾ ആരും അതിൽ കുസ്തിയിലൊന്ന് ലൈറ്റാ ചൂടാക്കിയാൽ മതി. നീറ്റാ വരും, ഒട്ടി പിടിക്കാണ്ട് നമുക്കത് കിട്ടും. ഞാനൊന്ന് പാൻ കഴുകിയിട്ട് വരാം കേട്ടോ. അത് വെന്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ചൂട് റോസ് മിൽക്ക് വേണ്ടിയിട്ട് ഇപ്പം ഇതാ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഓവണിലൊന്നും വയ്ക്കേണ്ട കേട്ടോ. നിങ്ങൾക്ക് ചെറിയ കുക്കർ ഉണ്ടെങ്കിൽ കുക്കറിലിട്ട് വേവിക്കാനായിട്ട് നല്ലത്, പെട്ടെന്നാവും. ഞാൻ 8 മിനിറ്റ് വെച്ചു. ഇതൊന്ന് ചൂടാറിയിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് അരിപ്പയിൽ
അങ്ങനെ ഉണ്ടാക്കാം, വെറുതെ ഉണ്ടാക്കാം. ഞാനിത് അരിപ്പയിൽ അരിച്ചിട്ട് അതിൻ്റെ ചണ്ടി കളഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കാം. ഞാൻ മറ്റോണം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇന്ന് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. നമുക്ക് ആപ്പിൾ ഞാൻ വേവിച്ചിട്ടില്ല കേട്ടോ. ആദ്യം ആപ്പിൾ ഇടാം. പിന്നെ ഈ പാലിലരച്ച ഇത് ഇടാം. ഇത് അരച്ചിട്ട് ഞാൻ വരാം കേട്ടോ. നമ്മളിത് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നല്ല അരഞ്ഞുണ്ട്. അത് കാരണം നല്ല വെണ്ണം അരഞ്ഞുണ്ട്. അത് കാരണം ഞാൻ അരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ അരിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ വേസ്റ്റാവും. നമ്മളിത് ചട്ടിയിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ ഒരു സ്പൂൺ ആദ്യം ഒഴിക്കുക. നിറയില്ലേ, അത് കാരണം പറ്റണോ തിങ്ങിപ്പോവും. ഇത് സ്ഥലല്ലേ. ഇതിൽ കുറച്ച് കോൺഫ്ലോറിലെ കോൺസ്റ്റാർച്ചിലെ പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇത് കുറച്ച് ഒഴിക്കാം. മിക്സ് ചെയ്തായാലും കുഴപ്പമില്ല. അപ്പം തന്നെ എല്ലാം വെന്തത് തന്നെയാണത്. നമുക്കത് ഇതാക്കിയിട്ടെടുക്കാം. സ്ഥലമില്ലാത്ത കാരണം വല്ലാത്തൊരു വിഷമായി. അതേ, നമ്മുടെ പാത്രം ശരിയായില്ല. ഞാൻ എല്ലാം അരച്ച് വന്നപ്പോൾ കുറച്ചധികമായി. കണ്ട, ഈ പാത്രത്തിൽ നിന്ന് ഈ പാനിലേക്ക് ഇട്ടു. പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളികാടിച്ചത് പേരിന് ഉള്ളികാടൊന്നും ചെയ്തു. അടി പിടിക്കാണ്ട് ഇളക്കണം കേട്ടോ. നമുക്ക് പഞ്ചസാര ഇടാം. ഞങ്ങൾ കുറച്ച് പഞ്ചസാര ഇടാം. ഇത് നല്ല മധുരം ഉണ്ട് കേട്ടോ. ബീട്രൂട്ട്, ക്യാരറ്റ്, ആപ്പിള് ഇതെല്ലാം മധുരമുള്ള സാധനങ്ങളാണ്. ഇതൊന്ന് മെൽറ്റാവട്ടെ. ഇത് അരിക്കണവർക്ക് അരിക്കാട്ടാ. പക്ഷേ ഇത് അരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പകുതി സാധനങ്ങളൊക്കെ പുറത്തു പോകും, ഫൈബറൊക്കെ പുറത്തു പോകും. ഞാൻ അരിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ അരിക്കേണ്ട ആവശ്യമില്ല. നല്ല വെന്തു. ഇത് നല്ല വെന്ത് കാരണം അരച്ചപ്പോൾ നല്ല നൈസായിരുന്നു. മറ്റേ ചട്ടിയിൽ തിങ്ങിയപ്പോൾ കുറച്ച് ഇങ്ങനെ കട്ട കുത്തിൻ്റെ അത് ശരിയാക്കാൻ പറ്റും. മനസ്സിലായി. എന്നിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ കൈയെടുക്കാണ്ട് ഇളക്കണം. ഇടയിൽ തിരിച്ച നെയ്യിട്ട് കൊടുക്കണം. ഇപ്പോൾ കണ്ട എണ്ണ നെയ്യുണ്ടല്ലോ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഇടാം. കുറച്ച് ഏലക്കപ്പൊടി. നല്ല വെന്തുണ്ട് കേട്ടോ. നല്ല തിളച്ചു. കുറച്ച് നട്ട്സ്, അണ്ടിപ്പരിപ്പ്, ബദാം, കപ്പലണ്ടി, 3. നമ്മൾ ABC ആണല്ലോ, അപ്പോൾ എല്ലാതും 3 തരം. കോൺഫ്ലവറും നമ്മൾ 3. വെന്തതായതുകൊണ്ട് നമുക്ക് പിന്നെ പെട്ടെന്നായി കിട്ടും. നല്ല ടേസ്റ്റാട്ടാ. കളർ ഇത്തിരി കുറവുണ്ട്. അത് വിചാരിച്ച് കളറൊന്നും ചേർക്കണ്ട കേട്ടോ. ഇങ്ങനെ കഴിക്കേണ്ടത് നല്ലത്.
ബീറ്റ്റൂട്ട് 2 ഉണ്ടെങ്കിൽ ഇടണമായിരുന്നു. എനിക്കൊരു ബീറ്റ്റൂട്ട് ഉണ്ടായിരുന്നുള്ള, 2 ക്യാരറ്റ് ഉണ്ടായിരുന്നുള്ള. വേഗം നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. 3 സ്പൂണ് നെയ്യ് ആകെ ഒഴിച്ചാണ് കേട്ടോ. മുമ്പത്ത് മധുരം നോക്കാട്ടാ, വേഗം മധുരം പോരെങ്കിടാം. ഞങ്ങൾക്ക് ഇത്ര മധുരം മതി. അപ്പം മധുരം പോരെങ്കിൽ നോക്കിയിട്ട് ഇടട്ടെ. നേരത്തിൽ ഞങ്ങൾക്ക് ഇത്ര മധുരം മതി. ഇതിൽ ക്യാരറ്റിലും ബീറ്റ്റൂട്ടിലും ആപ്പിളിലൊക്കെ ആ മധുരമുള്ളതാണ്. കളറിന് ഞങ്ങൾ വേറെ ഒന്നും ചേർക്കില്ല, നാച്ചുറൽ കളർ മാത്രം. ഇപ്പം നമ്മളെല്ലാം ഇട്ടുണ്ട് ഓഫ് ചെയ്തു. നമ്മളിത് ഒഴിക്കണ പാത്രത്തിൽ കുറച്ച് നെയ്യ് തേച്ചിട്ട് വേഗത്തിരിക്കണം. കട്ട വരും പെട്ടെന്ന്. അപ്പോൾ നമ്മളുണ്ടാക്കിയ ഹൽവ ഞാൻ കുറച്ച് നേരം ഇത് സെറ്റാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാണ്ട് ഇപ്പം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിങ്ങനെ ആറിനാണ്ട് സെറ്റായി തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ പാത്രത്തിലേക്കിടാം. വിടിക്കാനൊന്നുമില്ല, നമ്മൾ നെയ്യ് തടവിയിട്ട് വെച്ചാണ്. എന്നാലും പേടി. തിരക്കായി എനിക്ക് ഇതെടുക്കാൻ. എന്നാൽ കുറച്ച് നേരം വെക്കാൻ ടൈമില്ല. നമുക്ക് ഇടാട്ടാ. വന്നോളൂ. അണ്ടിപ്പരിപ്പൊക്കെ മറ്റേ ഭാഗത്താണ്. നല്ല ഹൈറ്റൊക്കെ ഉണ്ട്. അടിഭാഗം ഒന്ന് സെറ്റായി വരണുള്ളൂ. എന്നാലും തിരുനെൽവേലി ഹൽവ കേട്ടത്. തിരുനെൽവേലി ഹൽവ അങ്ങോട്ട് ഇട്ടാലൊരു ഭംഗിയാണ്. കണ്ട ഹൽവ സൂപ്പറാണ് വന്നിട്ടുണ്ട്. ഇത് തിരുനെൽവേലി നെയ്യൊക്കെ നിറയെ ഒഴിച്ചുണ്ടാക്കിയ തിരുനെൽവേലി ഹലുവയാണ് കേട്ടോ. അതുകൊണ്ട് ഇത് നമ്മുടെ ഹലുവമാതിരി കട്ട് ചെയ്യാൻ പ്രയാസമാണ്. ഇതിങ്ങനെ വായിലിട്ട് അലിഞ്ഞു പോകും. കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റ്. ഇതിൽ ഒന്നും കെമിക്കലോ ഒന്നും ചേർത്തിട്ടില്ല. എല്ലാം നല്ല ABC ഹൽവ എന്ന് പറഞ്ഞാൽ അറിയില്ലേ. ആപ്പിൾ, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, പിന്നെ പാല്, നെയ്യ്, നട്ട്സുകൾ, കുറച്ച് പഞ്ചസാര, ഇത്രയും ഞാൻ ഇട്ടിട്ടുള്ളൂ. അത്രയും ടേസ്റ്റാണ്. തിരുനെൽവേലി ഹൽവ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ കട്ടയാവില്ല തിരുനെൽവേലി ഹൽവ. നല്ല നെയ്യ് ഒഴിച്ചിട്ട് നിറയെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും. നമ്മുടെ അവിടെ നിന്ന് നെയ്യ് ഇങ്ങനെ ഒഴിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഭയങ്കര കട്ടായിട്ട് കടിച്ച് തിന്നണം. ഇതിങ്ങനെ വായിലിട്ടാൽ ഇറങ്ങിപ്പോകും. അത്രയ്ക്കും നല്ല സൂപ്പർ ഹൽവയാണ്. കുറച്ച് അധികം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്തിരി വലിപ്പമുള്ള പാത്രത്തിൽ ഉണ്ടാക്കണമെന്ന് മാത്രം. എനിക്ക് പറ്റിയൊരു അബദ്ധം, ഞാൻ കുറച്ച് അധികം ഉണ്ടായിരുന്നു, ചെറിയ പാത്രം എടുത്തു. അപ്പോൾ അതിനെ നമ്മൾ തിങ്ങി വേവിക്കാൻ സ്ഥലം പറ്റാണ്ടായി. അല്ലാണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. പാത്രം മാറ്റിയെല്ലാം ശരിയാക്കി. അപ്പോൾ ആദ്യം തന്നെ അത് നോക്കണം എന്ന് പറയാനേ. അപ്പോൾ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ABC ഹൽവ. വളരെ ടേസ്റ്റാണ്, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഇടണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.
ഇതാണ് ഞാൻ ഉണ്ടാക്കിയ അടിപൊളി ഹെൽത്തി ABC ഹൽവ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് കമൻ്റ് ഇടണം കേട്ടോ. ഓക്കെ, ബൈ.